الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ആ രൂപത്തിൽ ജീവിച്ച് മരണപ്പെടണമെന്നും കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹിദുകളുമായി ജീവിച്ചു മരിക്കുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായം അസ്-സുമറിലെ 10-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്നു, ഖുൽ, പറയുക പ്രവാചകരെ, യാ ഇബാദില്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊണ്ട, സത്യവിശ്വാസം ഉൾക്കൊണ്ട എന്റെ ദാസന്മാരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന, ഈ ലോകത്ത് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിച്ചവർക്ക് അതിന്റെ സൽഫലങ്ങൾ ലഭ്യമാകും. വഅർദുല്ലാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് കണക്ക് നോക്കാത്ത പ്രതിഫലം പൂർണ്ണമായും പരിപൂർണമായും നൽകപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് ഈ വചനത്തിന്റെ സാരം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുന്നതിനും സ്വസ്ഥത കൈവരിക്കുന്നതിനും സംഘർഷരഹിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിനും ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നതിനും ഏറ്റവും അത്യാവശ്യമായ വലിയ ഒരു സ്വഭാവം വിശുദ്ധ ഖുർആൻ ഒരുപാട് ഇടങ്ങളിലൂടെ പല രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വാക്കാണ് സബർ അഥവാ ക്ഷമ എന്ന് പറഞ്ഞത്. ഞാൻ ഓതി വെച്ച വചനത്തിൽ 2-3 വിഷയങ്ങളുണ്ട്.
ഞാൻ ഈ അവസാനത്തത് മാത്രം ഇന്നമായി ഹിസാബ് എന്നത് മാത്രമാണ് ഒരൽപ്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് മൊത്തത്തിൽ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവന്റെ ജീവിതത്തിൽ അവന് എന്ത് കാര്യമുണ്ടായാലും അത് ഗുണകരമാക്കി മാറ്റാൻ കഴിയുന്ന അത്ഭുതകരമായ അവസ്ഥ സത്യവിശ്വാസിക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വചനം നമുക്ക് സുപരിചിതമാണ്. പ്രവാചകൻ പറഞ്ഞു, ഒരു വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതം തന്നെയാണ്. എന്താണ് കാര്യം? ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, ഏത് കാര്യവും അവന് ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അതൊരു വിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ലഭ്യമാവുകയില്ല. ഇന്ന അസാബതുഹു സറാഉ ശക്കറ ഫകാന ഖൈറൻ ലഹു, ജീവിതത്തിൽ സന്തോഷകരമായ എന്തെങ്കിലും ഉണ്ടായാൽ അവൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാകും, അതവന് ഖൈറാണ്. വഇൻ അസാബതുഹു ലറാഉ, ജീവിതത്തിൽ എന്തെങ്കിലും വിഷമതകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പരീക്ഷണങ്ങളോ അവനെ വേട്ടയാടുമ്പോൾ സബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് നല്ലതായി മാറും, ഖൈറായി മാറും. അങ്ങനെ ആകണം ഒരു വിശ്വാസി, അങ്ങനെ ആയിത്തീരണം ഒരു വിശ്വാസി എന്നതിലേക്കുള്ള സൂചനയാണ് ഇത്. നമുക്കറിയാം, ഈ ലോകം എന്ന് പറയുന്നത് പരീക്ഷണങ്ങളുടെ നീണ്ട നിരയാണ്. ഹിമാലയൻ പരീക്ഷണങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സന്ദർഭം, അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ആ പരീക്ഷണത്തെക്കുറിച്ചും അത് സംഭവിക്കും എന്നതിനെക്കുറിച്ചും കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന വചനം നമുക്ക് ഏറെ പരിചിതമാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ എന്ന് ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞ കാര്യം. നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, പരീക്ഷിക്കും എന്നല്ല പറഞ്ഞത്. വലനബ്ലുവന്നകും, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തൊക്കെ കൊണ്ട്? പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, ഭയം കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തികമായ വിഭവ ശേഷിയില്ലായ്മ കൊണ്ട് പരീക്ഷിക്കും, ആള് കുറഞ്ഞുകൊണ്ട് പരീക്ഷിക്കും, അതുപോലെ തന്നെ മറ്റു പല പല നിലയിലുള്ള പരീക്ഷണങ്ങളും നിങ്ങളെ നാം പരീക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു വബശ്ശിരിസ് സാബിരീൻ, ആ സന്ദർഭങ്ങളിലൊക്കെ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്തായിരിക്കും അവരുടെ സ്വഭാവം? എന്തെങ്കിലും ഒരു മുസീബത്ത്, ഒരു വിപത്ത്, ഒരു പ്രയാസം അവരെ ബാധിച്ചു കഴിഞ്ഞാൽ അവർ അപ്പ അള്ളാഹുവിനെ ഓർക്കും. എന്നിട്ട് പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും നമ്മൾ അള്ളാഹുവിനുള്ളവരാണ്, അവന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന് അവൻ പറയും. ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, ഈ സ്വഭാവം ആരിലുണ്ടോ അവർക്കാണ് അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കാരുണ്യവും ഉണ്ടാവുക. അവര് തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ ഒരു മുസ്ലിമിനെ എന്ത് ബാധിച്ചാലും അതവന്റെ ഖൈറ്, അത് ഏത് തരത്തിലുള്ളതായിരുന്നാലും ശരി. കാരണം എന്താണെന്നറിയോ? ഒരു മുസ്ലിമിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താ? ഈ ലോകത്ത് സ്വസ്ഥതയോടുകൂടി ജീവിക്കുക എന്നുള്ളതല്ല. ഇവിടെ സ്വസ്ഥതയുണ്ടാകും, അസ്വസ്ഥതയുണ്ടാകും, സുഖമുണ്ടാകും, ദുഃഖമുണ്ടാകും, സമ്മിശ്രമാണല്ല. എന്നാൽ അവന്റെ ആത്യന്തിക ലക്ഷ്യം സമാധാനപൂർണമായ പരലോക ജീവിതമാണ്. ആ പരലോക ജീവിതത്തിൽ മോക്ഷം ലഭിക്കാൻ ഈ ലോകത്ത് അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് അവൻ്റെതാക്കി മാറ്റാൻ കഴിയുക, ഗുണകരമാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നല്ല അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസിയായ മനുഷ്യന് മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗകതി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. ഒരു മനുഷ്യന് ക്ഷീണം, അതുപോലെ തന്നെ അസുഖം, ദുഃഖം, പ്രയാസം, വേദന, വ്യസനം എന്ന് തുടങ്ങി ഓരോ കാര്യവും അവനെ ഇതൊക്കെ ബാധിക്കാതെ ജീവിതമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, അർത്ഥം പറഞ്ഞു പോകുക. കുറെ അധികം കാര്യങ്ങൾ പരാമർശിക്കാനുണ്ട്. അപ്പൊ ആ നിലയിൽ ഇതൊക്കെ നമുക്ക് ബാധിക്കുന്നു. എത്രത്തോളം? ഒരു മുള്ള് ശരീരത്ത് തറയ്ക്കുന്ന ഒരു മുള്ളിന്റെ വേദന പോലും അവൻ സഹിച്ച് ക്ഷമിച്ച് ജീവിക്കുകയാണ് എങ്കിൽ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അവന്റെ പാപങ്ങൾ അള്ളാഹു അതിന് നിമിത്തം പുറത്തു കൊടുക്കും. ഇതിലപ്പുറം ഒരു വിശ്വാസിക്ക് എന്ത് കാരുണ്യം കിട്ടേണ്ടത് അള്ളാഹുവില്ലെന്ന്. ഒരു രോഗം ബാധിച്ചാൽ അതും വിശ്വാസിക്ക് ഗുണം, ഒരു ദുഃഖം വന്നണഞ്ഞാൽ അതും വിശ്വാസിക്ക് ഗുണം.
അള്ളാഹു അവന്റെ പാപം പൊറുക്കൂന്നാ പറഞ്ഞത്. ഇല്ലാ കഫർ അല്ലാഹു ബിഹാ മിൻ ഖതായഹു. ഇതൊക്കെ ഉണ്ടായിട്ട് പാപം പൊറുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. സ്വാഭാവികമായി ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകാം. അത് തരണം ചെയ്തു പോയാൽ അതിന്റെ നേട്ടം ഇതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ പരീക്ഷണം എന്ന് പറയുന്നത് വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈർ, രണ്ട് തരത്തിലുമുണ്ട്. ഷർറ് കൊണ്ടും പരീക്ഷിക്കും, ഖൈർ കൊണ്ടും പരീക്ഷിക്കും. ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ നമ്മളിലേക്കാണ് നിങ്ങളെല്ലാവരും മടക്കപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു അംബിയായിലെ 35-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. അത് പ്രത്യേകം നാം ഓർക്കേണ്ടത്, സാധാരണയായി ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതൊക്കെ നന്മയായി നമ്മൾ കാണും. അതൊക്കെ നന്മയാണ്, അതൊന്നും പരീക്ഷണമല്ല, അതൊക്കെ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് കിട്ടിയതാ. അതേസമയം ഒരു അസുഖം ബാധിച്ചു, ഒരു രോഗം വന്നു, ഒരു പ്രയാസം വന്നു, ഒരു കഷ്ടപ്പാട് വന്നു, ഒരു ദുരിതം പേറേണ്ടി വന്നു, ആ അവസ്ഥ വരുമ്പോൾ അപ്പം അവൻ പറയും ഇത് പരീക്ഷണമാണെന്ന് പറയും. അങ്ങനെയല്ല. ഖൈറും പരീക്ഷണമാണ്, ഷർറും പരീക്ഷണമാണ്. എന്തിനാണ് അങ്ങനെ ഒരു പരീക്ഷണം? നേട്ടകോട്ടങ്ങളുടെ നേരെയുള്ള ഓരോ മനുഷ്യന്റെയും ഓരോ വിശ്വാസിയുടെയും പ്രതികരണം എന്താണ്? ആ പ്രതികരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രതികരണമായിരിക്കുമോ അതല്ല അള്ളാഹുവിന് വെറുപ്പുള്ള പ്രതികരണമായിരിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി തന്നെയാണ്. ഖൈറ് കിട്ടുമ്പോൾ ആഹ്ലാദിച്ച് തുള്ളിച്ചാടി അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി പോവുകയും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നാലും ഇതെനിക്ക് റബ്ബ് നൽകിയല്ലോ എന്ന് വേവലാതിപ്പെട്ടുകൊണ്ട് അങ്ങേയറ്റം അക്ഷമരായി ജീവിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിക്കൂടാ. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുമെന്ന്. അപ്പൊ ഈ പരീക്ഷണത്തിന്റെ ലോകത്ത് ഇതെല്ലാം ഉണ്ടാകും. അത് തന്നെയുമല്ല, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാ, ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നത് ഏറ്റവും വലിയ പരീക്ഷണം ഉണ്ടാകുമ്പോഴാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എത്രത്തോളം അള്ളാഹു ഒരാളിനെ, ഒരു വ്യക്തിയെ, ഒരു ജനതയെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവരെ അള്ളാഹു പരീക്ഷിക്കും, പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ പരീക്ഷണത്തിൽ അവൻ തൃപ്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ തൃപ്തി അവന് കിട്ടും. ആ പരീക്ഷണത്തിൽ അവൻ കോപിഷ്ഠനായി അക്ഷമനായി മാറുകയാണോ എങ്കിൽ അള്ളാഹുവിന്റെ കോപവും അവനുണ്ടാകും. എത്രത്തോളം ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ, വിശ്വാസിയാകട്ടെ വിശ്വാസിനിയാകട്ടെ, അവന്റെ ശരീരം, അവന്റെ മക്കൾ, അവന്റെ സമ്പത്ത് എന്ന് വേണ്ട ഓരോന്നിലും അവൻ ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഈ പരീക്ഷണങ്ങളെല്ലാം അതിജയിച്ച് അവസാനം അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു പാപവും അവൻ ഉണ്ടായിരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് എല്ലാം വിശ്വാസിക്ക് ഗുണകരമാക്കി മാറ്റാമെന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു പറഞ്ഞതായിട്ട്, മാലി അബ്ദിയൽ മുഅ്മിൻ, ഒരു വിശ്വാസിയായ മനുഷ്യനുള്ള പ്രതിഫലം എന്റെ അടുക്കൽ പ്രതിഫലമായിട്ടുള്ളത് എന്താണ്? ഇദാ ഖബൽതു സഫിയഹു മിൻ അഹ്ലി ദുനിയ, ഈ ദുനിയാവിലെ ആ മനുഷ്യന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും അവന് ഇണങ്ങിയ, അവനൊരിക്കലും അകറ്റി നിർത്താത്ത അവന്റെ ഭാര്യയാകാം, ഭർത്താവാകാം, അല്ലെങ്കിൽ മക്കളാകാം, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, കൂട്ടുകാരാകാം, ഈ ദുനിയാവിൽ ഏതൊരു മനുഷ്യനാകട്ടെ, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അള്ളാഹു മരണപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ അവൻ അതുകൊണ്ട് ഇഹ്തിസാബ്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചാൽ അവന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു വിശ്വാസിയുടെ സന്തോഷാവസ്ഥ, അവന് പരലോകത്ത് നേടാനിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മൾ ആലോചിച്ചു നോക്കുക. ഒരു രാജാവിന് കിരീടം നഷ്ടപ്പെട്ടാൽ, ഒരു ഭരണാധികാരിക്ക് ഭരണം നഷ്ടപ്പെട്ടാൽ, ഒരു കൊച്ചുകുട്ടിക്ക് ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ടാൽ ആ വേദനകളെല്ലാം ഒരുപോലെയുള്ള വേദനയാണ് എന്ന് നമുക്കറിയാം. ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നത് ആ വ്യക്തി തന്നെയാണ്. വേറൊരാൾക്ക് അത് അനുഭവിക്കാൻ കഴിയില്ല, അവനോടൊപ്പം ചേർന്ന് നിൽക്കാനേ കഴിയുകയുള്ളൂ. അനുഭവിക്കുന്നത് ആർക്കാണോ ഇത് ബാധിച്ചത് അവർക്ക് തന്നെ ആയിരിക്കും അതിന്റെ വേദന. ആ വേദനയുടെ തീവ്രത അയാൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം അവസ്ഥകളിൽ ഒരു വിശ്വാസി എങ്ങനെ അതിനെ അതിജയിക്കണം എന്നുള്ളതിന്റെ രൂപമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞു തന്ന വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിച്ച ഈ വചനങ്ങളാകെ അതിൽ അങ്ങേയറ്റം കുടികൊള്ളുന്നത് ക്ഷമയും ഇഹ്തിസാബുമാണ്, സബറും ഇഹ്തിസാബുമാണ്. ക്ഷമയും പ്രതിഫലം കാക്ഷിക്കലുമാണ് എന്ന് നാം അറിയുക. മരണം എന്ന് പറയുന്നത് എപ്പോഴും ആർക്കും ഉണ്ടാകും.
എപ്പോഴാരാണ് മരിച്ചു വീഴുക എന്നറിയില്ല. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥന അവസാനിപ്പിച്ച് നമസ്കാരത്തിന് നേതൃത്വം നൽകുമെന്ന് എനിക്കിപ്പോൾ ഉറപ്പില്ല. അതിനിടയിൽ ഞാൻ മരിച്ചു വീഴാം. ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഏത് മരണമായിരുന്നാലും അത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഗർഭസ്ഥ ശിശു മരണപ്പെട്ടാലും, പ്രായമേറിയ മാതാപിതാക്കൾ മരണപ്പെട്ടാലും, കാലങ്ങളായി ഒരേ കിടക്കയിൽ അനങ്ങാനും തിരിയാനും പിരിയാനും പറ്റാത്ത നിലയിൽ കിടന്ന് മരിച്ചുപോയ ഒരു വ്യക്തിയെ കുറിച്ചായിരുന്നാലും, പെട്ടെന്ന് മറിഞ്ഞു വീഴുന്ന് മരിക്കുന്നതായിരുന്നാലും, അപകടങ്ങളും ആപത്തുകളും ദുരന്തങ്ങളും ഉണ്ടായി മരണപ്പെടുന്നതായിരുന്നാലും, ഓരോ മരണങ്ങളും സങ്കടക്കടലുകളാണ്. ആ സങ്കടക്കടലുകൾ ഉണ്ടാക്കുന്ന തീവ്രമായ പരീക്ഷണം വളരെ വലുതാണ്. അപ്പൊ നമ്മള് ഇത്തരം സന്ദർഭങ്ങൾ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം, ഇതിനോടുള്ള അവന്റെ സമീപനം എന്നുള്ളതാണ് ഈ വചനങ്ങളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ മറ്റു മീഡിയകളിലുമെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും വളരെ പ്രയാസത്തോടുകൂടി എല്ലാവരും ഓർക്കുകയും ചെയ്യുന്ന പലരും മരണപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ ചില മരണങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കും. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്ന 4 മുത്തുകൾ, ആൺമുത്തുകൾ, 4 പൂക്കൾ അല്ലെങ്കിൽ 4 മൊട്ടുകൾ അത് വിരിയുന്നതിന് മുമ്പ് തകർന്നു പോയത്, അത് വീണുപോയത് നമ്മളെല്ലാവരും കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്നതാണ്. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 8 അംഗങ്ങൾ ഒരു യാത്ര. ആ യാത്രയിൽ 4 ആൺകുട്ടികളുണ്ട്. 14 വയസ്സ്, 12 വയസ്സ്, 7 വയസ്സ്, 5 വയസ്സ് വീതം പ്രായമുള്ള 4 നല്ല ചുണക്കുട്ടികൾ, 4 മക്കൾ, ആൺമക്കൾ. ആ മക്കളും ഒരു പെൺകുട്ടിയും ഒരായയും ഒരു പിതാവും ഒരു മാതാവും എല്ലാവരും കൂടി യാത്ര ചെയ്യുന്ന വേളയിൽ അപകടമുണ്ടായി. ആ അപകടമുണ്ടായ വേളയിൽ ആ 4 കുട്ടികൾ ഒന്നിനു പുറമെ ഒന്നായിട്ട് പോയി. ആൺകുട്ടികൾ 4 പോയി. ആ പെൺകുട്ടി അവശേഷിച്ചു. ആ കുട്ടികളെ പോറ്റി വളർത്ത ആയയും പോയി. മാതാവും പിതാവും അതിഗുരുതരമായ പരിക്കുകൾക്ക് വിധേയരായി. അവസാനം ഈ 4 കുഞ്ഞുങ്ങളെ ജനാസ കബറടക്കുന്ന വേളയിൽ, നമസ്കാര വേളയിൽ വാപ്പ വീൽ ചെയറിൽ പള്ളിയിൽ ഇരിക്കുന്ന കാഴ്ച, ആ മുഖം, അതുപോലെ തന്നെ മാതാവ് ഈ ജനാസ കബറടക്കുന്നതിന് വേണ്ടി പുറത്ത് ആംബുലൻസിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. ഇതൊക്കെ ഒരു കുടുംബത്തിലുണ്ടായ അവസ്ഥയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമുക്കുമില്ലേ 14, 12, 7, 5 ഒക്കെ വയസ്സുള്ള മക്കൾ അല്ലെങ്കിൽ പേരക്കിടാങ്ങൾ നമുക്കില്ലേ? നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? അസഹനീയമാണ് ഈ കാര്യം, യാതൊരു സംശയമില്ല. അപ്പൊ ആ നിലയിലുണ്ടായ ആ സംഭവം കരളലിയിപ്പിക്കുന്നതാണ്. ഏത് കഠിന ഹൃദയനെയും കണ്ണീരിലാഴ്ത്തുന്നതാണ്. ഈ സന്ദർഭത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന നമുക്ക് നടത്തേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, സബറും ഇഹ്തിസാബും കൈമുതലാക്കി അതിനെല്ലാം അതിജയിച്ച് ഈ മക്കളുടെ മരണത്തിലൂടെ ലഭ്യമാകുന്ന നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ പരലോകത്ത് നേടിയെടുക്കാൻ ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഇത്തരം ദാരുണമായ അന്ത്യങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും പേരക്കിടാങ്ങളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ഇങ്ങനെ നാം നോക്കിയാൽ ഇങ്ങനെയുള്ള മരണങ്ങൾ അങ്ങ് പ്രവാചകന്റെ കാലം മുതൽക്ക് നമ്മൾ ഇങ്ങോട്ട് എടുത്തു നോക്കാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് പ്രവാചകന്റെ മക്കളെല്ലാം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴിച്ച് ബാക്കി എല്ലാവരും മരണപ്പെട്ടു. പ്രവാചകന്റെ കൈകൾ കൊണ്ടാണ് അവരെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല ഖബറടക്കിയത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന പ്രവാചകന്റെ പുന്നാര മകൾ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഏതാനും മാസങ്ങൾ ജീവിച്ചിരുന്നിട്ടാണ് മരണപ്പെട്ടത്. ബാക്കി മക്കളെല്ലാം പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മരണപ്പെട്ടു. 1-2 രംഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാം ഒന്ന് ഓർത്തു നോക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാകും. നമ്മുടെ സമീപനം എന്താകണം എന്ന് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ട വേളയിൽ അനസ് റളിയല്ലാഹു എന്ന് പറയുകയാണ്, ഞങ്ങളെല്ലാവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ കുട്ടിയുടെ അടുക്കലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കുമ്പോൾ ഇബ്രാഹിമു യജൂദു ബിനഫ്സിഹി, ആ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മരണവക്ത്രത്തിൽ കിടന്ന് പിടയുകയാണ്. പ്രവാചകന്റെ പുന്നാര മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞിനെ, ആ പൊന്നുമോനെ എടുത്ത് മടിയിൽ വെച്ചു.
മടിയിൽ വെച്ചപ്പോൾ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വാർന്നൊഴുകുകയാണ്. പ്രവാചകന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഇത് കണ്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, വഅന്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങും കരയുകയോ എന്ന് ചോദിച്ചപ്പോൾ, ആരാണ് പ്രിയമുള്ളവരെ സ്വന്തം മകൻ മരണപ്പെട്ടാൽ കരയാതിരിക്കുക? ഏറ്റവും ഉറ്റബന്ധു മരണപ്പെട്ടാൽ കരയാതിരിക്കാൻ കഴിയില്ല. പ്രവാചകനും കരഞ്ഞു. ആ മകനെ മടിയിൽ വെച്ചുകൊണ്ടാണ് കരയുന്നത്. മരണപത്രത്തിൽ കിടന്ന് പിടയുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് ആ മകനോടുള്ള സ്നേഹവും ഇഷ്ടവും എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കുക. ആ ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടിയാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അല്ലയോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇന്നഹാ റഹ്മ, ഇത് കാരുണ്യമാണിത്, ഈ ഒഴുകുന്നത് കരുണയാണ്, റഹ്മത്താണ്. ഇന്നൽ ഐന തദ്മഉ, കണ്ണുനീരൊഴുക്കും, വൽ ഖൽബ യഹ്സനു, ഹൃദയം ദുഃഖിക്കും, വലാ നഖൂലു ഇല്ലാ മാ നുർളി റബ്ബന, അല്ലാഹുവിന് തൃപ്തിയില്ലാത്ത ഒരു കാര്യം നമ്മൾ പറയാതിരുന്നാൽ മതി. കണ്ണ് കരഞ്ഞോട്ടെ, കരള് ദുഃഖിച്ചോട്ടെ, അതിന് പ്രശ്നമില്ല. പക്ഷേ ഇതിന്റെ പേരിൽ അതും ഇതുമൊക്കെ വേണ്ടാത്തത് വിളിച്ചു പറഞ്ഞ് ആ രൂപത്തിൽ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ഒരു കാര്യം പറയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, പൊന്നുമോനെ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞങ്ങൾക്കൊക്കെ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞിനെയും ഖബറടക്കിയ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നു. ആ സന്ദർഭമാണ്, ആ സമീപനമാണ്, ആ മാനസികാവസ്ഥയാണ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന പച്ചയായ ഓരോ മനുഷ്യനും അഭിമുഖീകരിക്കേണ്ടി വരുന്ന രംഗങ്ങളാണിത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ അരോഗദണ്ഡഗാത്രരായ മക്കൾ ഇരിക്കെ തന്നെ മാതാപിതാക്കൾ മരിച്ചു പോകുന്നു. മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയിരിക്കെ തന്നെ അരോഗദണ്ഡഗാത്രരായ മക്കൾ മരിച്ചു വീഴുന്നു. ഇതെല്ലാം നടക്കുന്നില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും? ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് ജീവിതത്തിൽ. അതാണ് പ്രിയമുള്ളവരെ ജീവിതം. അതുപോലെ തന്നെ മറ്റൊരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രവാചകന്റെ മകൾ സൈനബ റളിയല്ലാഹു തആല അൻഹ, ആ സൈനബയുടെ കുട്ടിയുടെ മരണവേള, ആ കുട്ടിയും മരണപത്രത്തിൽ കിടന്ന് പിടയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ദൂരെ എവിടെയോ ആണ്. സൈനബ റളിയല്ലാഹു അൻഹ ആളിനെ പറഞ്ഞയക്കുന്നു, വരണം എന്റെ വീട്ടിലേക്ക്, എന്റെ കുഞ്ഞിന്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്, വരണം എന്ന് പറഞ്ഞ ആളിനെ വിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം മകൾക്ക് ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുക. എന്നിട്ട് മകളോട് പറഞ്ഞേക്കുക, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. കുറിച്ചു വെച്ചോ മനസ്സിൽ ഈ വാക്കുകൾ. നമുക്ക് നമ്മളെ പിടിച്ചു നിർത്താൻ, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മളെ നിയന്ത്രിച്ചു നിർത്താൻ, നമ്മളെ അള്ളാഹുവിന് തൃപ്തിയുള്ളവരാക്കി മാറ്റാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ വാക്കാണ് റസൂലിന്റെ വാക്ക്. അതാണ് ഇത് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾക്ക് സലാം പറഞ്ഞതിന് ശേഷം സൈനബിനോട് പറഞ്ഞേക്ക്, ഇന്ന ലില്ലാഹി മാ അഖദ, അള്ളാഹു എടുത്തതേതോ അത് അവനുള്ളതാണ്, വലഹു മാ അഅത, അവൻ എന്ത് നൽകിയോ അതും അവനുള്ളതാണ്, വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ, ഏത് കാര്യവും ഏതൊരാളിന്റെയും കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ ബിഅജലിൻ മുസമ്മാ, ഒരു നിശ്ചിത അവധി വരെ ഉള്ളൂ എന്ന് മോളയോട് പറഞ്ഞേക്ക്. ഫൽതസ്ബിർ വൽതഹ്തസിബ്, മോളെ ക്ഷമിക്ക്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിക്ക് എന്ന് പറഞ്ഞേക്ക്. ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും അള്ളാഹു റൂഹ് എടുത്തുകൊണ്ടുപോയാൽ, മരണപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ പറയാനുള്ള വാചകം ഇതാണ്: അള്ളാഹു തന്നു, അവൻ തിരിച്ചെടുത്തു. അള്ളാഹു വാങ്ങിയതേതോ അതും അവനുള്ളതാണ്. എല്ലാത്തിനും ഒരു അവധിയുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അതുകൊണ്ട് എന്ത് വേണം? സബർ, ക്ഷമ കൈക്കൊള്ളണം, ഇഹ്തിസാബ് ഉണ്ടാകണം, പ്രതിഫലം കാംക്ഷിക്കണം എന്ന് പറഞ്ഞ ആളിനെ പറഞ്ഞയച്ചു. കുട്ടി ബേജാറായിക്കൊണ്ടിരിക്കും. കുട്ടിയുടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. സൈനബ റളിയല്ലാഹു അൻഹയ്ക്ക് അസഹനീയമാണ്. വീണ്ടും ആളിനെ പറഞ്ഞയച്ചു. ഉപ്പ വരിക തന്നെ വേണം. സത്യം ചെയ്തിട്ട് ആളിനെ പറഞ്ഞയച്ചു. ഉപ്പ വന്നേ തീരൂ എന്ന് പറഞ്ഞയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ.
അപ്പൊ പ്രവാചകൻ ഇരുന്ന സ്ഥലത്തുനിന്ന് അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് എഴുന്നേറ്റപ്പോൾ പ്രവാചകനോടൊപ്പം സഅദ് ഇബ്നു ഉബാദയുണ്ട്, മുആദ് ഇബ്നു ജബലുണ്ട്, ഉബയ്യ് ഇബ്നു കഅബുണ്ട്, സെയ്ദ് ഇബ്നു സാബിത്തുണ്ട്. ഇതുപോലെ പ്രഗത്ഭന്മാരായ സഹാബികൾ ഒന്നടങ്കമുണ്ട് റളിയല്ലാഹു അൻഹും. അവരെല്ലാരും കൂടി നബിയോടൊപ്പം പോയി. അവിടെ ചെന്നപ്പോ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്. മരണത്തിൽ കിടന്ന് പിടയുന്ന അവസ്ഥയാണ് കാണുന്നത്. ഹദീസിന്റെ വാക്കിൽ തന്നെ പറഞ്ഞാൽ ആ കുഞ്ഞിനെ, പൗത്രനെ അല്ലെങ്കിൽ പൗത്രിയെ ഏതാണോ അതിനെ എടുത്ത് മടിയിലേക്ക് ഇരുത്തി. അപ്പോൾ കാണാം ആ കുട്ടിയുടെ ആത്മാവിങ്ങനെ പിടയുകയാണ്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു സഹാബികൾ, എന്താണ് റസൂലേ ഇത് അങ്ങയും കരയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഹാദിഹി റഹ്മ, ഇത് കാരുണ്യമാണ്. ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദി, അല്ലാഹു അവന്റെ ദാസന്മാരുടെ ഹൃദയത്തിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള കാരുണ്യമാണിത്. കരുണയുള്ളവരിൽ നിന്നേ കരച്ചിലുണ്ടാവുകയുള്ളൂ, കാരുണ്യമുള്ളവരിൽ നിന്നേ നിലവിളി ഉണ്ടാവുകയുള്ളൂ, മറ്റുള്ളവരോട് സ്നേഹമുള്ളവരിൽ നിന്നേ ആ മനോഭാവം ഉണ്ടാവുകയുള്ളൂ. അതൊന്നും ഇല്ലാത്തവർ, ആ മനസ്സൊന്നും ഇല്ലാത്തവരിൽ നിന്ന് എന്ത് സംഭവിച്ചാലും കല്ലിനേക്കാൾ കഠോരമായ മനസ്സായിരിക്കും. അവരുടെ മനസ്സ് വേദനിക്കൂല, അവരുടെ മനസ്സ് പ്രയാസപ്പെടൂല, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയില്ല. അങ്ങനെയുള്ള അവസ്ഥയായിരിക്കും. ഇത് അള്ളാഹു നിക്ഷിപ്തമാക്കിയ കാരുണ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നാം ഒന്ന് ആലോചിക്കുക, പ്രവാചകൻ പറയുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ, ആ മനുഷ്യന് പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾ മരണപ്പെട്ടാൽ, 3 കുട്ടികൾ, പ്രായപൂർത്തിയെത്താത്ത 3 കുട്ടികൾ ഒരു മുസ്ലിമായ മനുഷ്യന് മരണപ്പെട്ടാൽ ഇല്ലാദ്ഖലഹുല്ലാഹുൽ ജന്ന, ആ മനുഷ്യനെ, ആ മാതാപിതാക്കളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല. ഇതാണ് അതിന്റെ നേട്ടം. ഇവിടെ ഒരുപാട് സങ്കടമുണ്ട്, ബേജാറുണ്ട്, ദുഃഖമുണ്ട്. 4 പൊന്നോമനകളാണ് പോയിരിക്കുന്നത്. കാരണം എന്തെല്ലാം പ്രതീക്ഷകൾ, ഏതെല്ലാം രൂപത്തിൽ എങ്ങനെ ആക്കിയെടുക്കണം, ഭാവിയിൽ ഇവരെങ്ങനെ ആകണം എന്നൊക്കെ ഒരുപാട് കാൽക്കുലേഷൻ നടത്തി പ്ലാനിങ് ചെയ്ത് അങ്ങനെ ജീവിച്ചവരായിരിക്കില്ലേ. അത് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബേജാറ് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ ബേജാറിനെ എങ്ങനെ സമീപിക്കണമെന്നാണ് ഈ പറയുന്നത്. എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? അതിനു വേണ്ടിയല്ല, സ്വാഭാവികമായി സംഭവിച്ചാൽ ഈ പറഞ്ഞ നിയ്യത്തും ഇഖ്ലാസും സബറും ഇഹ്തിസാബും ഉണ്ട് എങ്കിൽ സ്വർഗം ഉറപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹുവിനു ആ വ്യക്തിയോടുള്ള കാരുണ്യ നിമിത്തം. ഇതാണ് ഒരു ഹദീസ്. മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അൻസാറുകളായ സ്ത്രീകൾ പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ എപ്പോഴും പുരുഷന്മാരുമായിട്ടാണ് സംവദിക്കുക, ഞങ്ങൾക്ക് അങ്ങയുമായി സംസാരിക്കേണ്ടതുണ്ട്, അതിനൊരവസരം വേണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന വീട്ടിൽ ഇന്ന സമയത്ത് നമുക്ക് കൂടാം എന്ന് പറഞ്ഞു. സ്ത്രീകൾക്ക് വേണ്ടി, ഇന്ന് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഖുർആൻ ക്ലാസ് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവർത്തനം, അങ്ങനെ അവരെ ഒരുമിച്ച് കൂട്ടി ഇരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചതിന്റെ ഇടയിൽ മരണവുമായി ബന്ധപ്പെട്ട കാര്യം വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് സ്ത്രീകളോടാണ് പറയുന്നത്, നിങ്ങളിൽ നിന്ന് ആരുടെയെങ്കിലും 3 കുട്ടികൾ മരണപ്പെട്ടാൽ അവർ നരകത്തിൽ നിന്നൊരു മറയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീകളോട് പറഞ്ഞപ്പോൾ ഒരു അൻസാരി സ്ത്രീ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, 2 ആണെങ്കിലോ? അപ്പോൾ റസൂല് പറഞ്ഞു, 2 ആണെങ്കിലും എന്നതിന് സമാശ്വസിപ്പിച്ച് മറുപടി പറഞ്ഞു എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അബുൽ ഹസ്സാനുൽ അഅറജി എന്ന് പറയുന്ന സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അബൂ ഹുറൈറ, എനിക്ക് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു, അവർ 2 ആളും മരണപ്പെട്ടു പോയി. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ കേട്ടിട്ടുള്ള ആളല്ലേ? ഞങ്ങളുടെ മനസ്സിന് കുളിർമ നൽകുന്ന, ഞങ്ങളുടെ മനസ്സിന് സന്തോഷം പ്രദാനം ചെയ്യുന്ന, ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന ഇത്തരം കാര്യങ്ങൾക്ക് പ്രവാചകനിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്കങ്ങ് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, സിഗാറുഹും ദാമീസുൽ ജന്ന യതലഖാ അഹദുഹും അബാഹു, അവർ ദാമീസുകളായിരിക്കും, ചെറുപ്പത്തിൽ മരിച്ചുപോയ, വളരെ കുട്ടികളായിരിക്കെ മരിച്ചുപോയവർ പരലോകത്ത് ദാമീസ് ആയിട്ട് വരുമെന്നാണ്. ദാമീസ് എന്ന് പറഞ്ഞാൽ എവിടെയും കയറി ചെല്ലാൻ കഴിയുന്ന, എവിടെയും പറന്നെത്താൻ കഴിയുന്ന, ഒരു തടസ്സവും എവിടെയും ഇല്ലാത്ത നിലയിൽ വിഹരിക്കാൻ കഴിയുന്ന,
ചിത്രശലഭങ്ങളെ പോലെ പൂമ്പാറ്റകളെ പോലെയുള്ള ഒരു സ്ത്രീവിശേഷത്തിനാണ് ദആമീസ് എന്ന് പറയുക. അങ്ങനെയുള്ള ദആമീസുകൾ എന്ത് ചെയ്യും? അവർ അവരുടെ വാപ്പയോ ഉമ്മയോ അവർ കാണും, കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ. എന്നിട്ട് അവർ വരും. എങ്ങനെയാണ്? എന്നിട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ചോദിച്ച അബുൽ ഹസ്സാനുൽ അഅറജിന്റെ തുണിയുടെ കോന്തലയ്ക്ക് പിടിച്ചുകൊണ്ട്, ഞാനിപ്പോ നിന്റെ ഈ തുണിയുടെ കോന്തല പിടിച്ചിട്ടില്ലേ, ഈ തുമ്പ്, ഈ അരികയാൻ പിടിച്ചിട്ടില്ലേ, ഇതുപോലെ സ്വന്തം മാതാപിതാക്കളുടെ ആ കൈക്ക് അല്ലെങ്കിൽ ഈ വസ്ത്രത്തിന്റെ തുമ്പിന് പിടിച്ചവർ വാശി പിടിച്ചുകൊണ്ടിരിക്കും. എന്റെ ഉപ്പനെയും എന്റെ ഉമ്മയെയും എന്നോടൊപ്പം സ്വർഗത്തിൽ താ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അള്ളാഹു ആവശ്യം അംഗീകരിച്ചു കൊടുക്കും. ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ അവർ ആ നിലപാട് സ്വീകരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊക്കെ കുട്ടികൾ മരണപ്പെട്ടു പോയവർക്കുള്ള, സ്വാഭാവികമായി മരണപ്പെട്ടു പോയവർക്കുള്ള, കുട്ടികൾ മരണപ്പെട്ടു പോയവർക്കുള്ള പരലോകത്തെ പ്രതീക്ഷാ നിർഭരമായ സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടൊരു വിശ്വാസി ഒരിക്കലും അങ്ങനെയുള്ള രംഗങ്ങളിൽ, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും കൊച്ചുമക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുക അള്ളാഹുവിനോട്, തേടുക അവനോട് ഈ രൂപത്തിലുള്ള അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി. ഇതൊക്കെ ഹദീസുകളിൽ നിന്ന്, സഹീഹായ ഹദീസുകൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എപ്പോഴും ഒരാൾ ഒരു ചെറിയ കുട്ടിയെയും കൊണ്ടുവരും. പ്രവാചകന്റെ അടുക്കൽ എപ്പോഴും വരും. പ്രവാചകന് വലിയ ഇഷ്ടമാണ്. ആ പ്രവാചകൻ ഒരിക്കൽ ചോദിച്ചു, നിനക്ക് ഈ കുട്ടിയെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അഹബ്ബക്കല്ലാഹു കമാ തുഹിബ്ബു, ഞാൻ ഈ കുട്ടിയെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു അതുപോലെ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടട്ടെ എന്ന് നബിയോട് മറുപടി പറഞ്ഞു. സ്നേഹത്തിന്റെ അങ്ങേയറ്റമാണ് ആ വാക്ക്. അങ്ങനെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നിരുന്ന കുട്ടിയെ കുറെ ദിവസങ്ങളായി പ്രവാചകൻ കാണാതെയായി. അപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചു. ആരോ പ്രവാചകനോട് പറഞ്ഞു, ആ കുട്ടി മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിയുടെ പിതാവിനെ വിളിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു, ഈ കുട്ടി സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കവാടത്തിൽ, നീ എവിടെ ഏത് കവാടമായിരുന്നാലും ആ കവാടത്തിൽ നിന്നെ കാത്തിരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഇഷ്ടമാണ്. എന്നിട്ട് ഇത് കേട്ട സന്ദർഭത്തിൽ മറ്റൊരാൾ ചോദിച്ചു, ഇത് ഈ മനുഷ്യന് മാത്രമുള്ള കാര്യമാണോ ഈ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ മകൻ മാത്രമായിരിക്കുമോ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലും വന്നു നിന്ന് തേടി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന് മാത്രമുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ, അതല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലിക്കുല്ലിക്കും, നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാ പ്രതിഫലം. അങ്ങനെ ഒരു കുട്ടി മരിച്ചുപോയാൽ സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കും. എന്നിട്ട് കൈ പിടിച്ചോ, തുണിയുടെ കോന്തല പിടിച്ചോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അത്ര സൗഭാഗ്യപൂർണമാണ് അങ്ങനെ വിശ്വസിക്കുന്ന സബറും അതേപോലെ തന്നെ ഇഹ്തിസാബും ഒക്കെ ഉള്ളവർക്ക്. അപ്പൊ അതാണ് നാം ശീലിക്കേണ്ട കാര്യം. നമ്മുടെ സമീപനം അങ്ങനെ ആയിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ മാതാപിതാക്കൾക്ക് ആ സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല കന്യ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തു. മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയാൽ ആ മാതാപിതാക്കൾക്ക് മരണാനന്തര ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളുടെ ഓരോ രംഗങ്ങളാണ് നാം കേട്ടത്. ഒരു ഹദീസ് കൂടി പറയാം. ഒരു മനുഷ്യന്റെ ചെറിയ കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകളോട് അല്ലാഹു ചോദിക്കും, ഇന്ന എന്റെ ദാസന്റെ
കുട്ടിയെ അവന്റെ ആത്മാവ് നിങ്ങൾ പിടിച്ചെടുത്തോ? അപ്പൊ അവര് പറയും അതെ. അവന്റെ കരളിന്റെ കഷ്ണങ്ങളെ നീ പിടിച്ചെടുത്തോ? മലക്കുകൾ പറയും അതെ. എന്നിട്ട് ആ അടിമ എന്തു പറഞ്ഞു? എന്താണ് അവന്റെ മാനസികാവസ്ഥ? അവൻ എന്താണ് പ്രതികരിച്ചത്? ഇതാണ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചത്. നേട്ടകോട്ടങ്ങളുടെ മുന്നിൽ നമ്മളുടെ മാനസികാവസ്ഥയും സമീപനവും എന്താണ് എന്നുള്ള പരീക്ഷണമാണ് എന്ന് പറഞ്ഞത്. മരണവും അങ്ങനെ തന്നെയാണ്. എന്താണ് അവന്റെ സമീപനം, എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളുടെ മറുപടി ഇതാണ്. എന്താണ്? ഹമിദക വസ്തർജ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ചെയ്തു എന്നാണ്. എന്നുവെച്ചാൽ അള്ളാഹുവിനെ സ്തുതിച്ചു, ഇസ്തിർജാ ചെയ്ത്. ഇസ്തിർജാ ആണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതിന് ഇസ്തിർജാ എന്നാ പറയുക. അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഇബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, ആ മനുഷ്യന് വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനം ഒരുക്കിക്കോ. എന്നിട്ട് ആ വസമ്മൂഹു ബൈതൽ ഹംദ്, ആ ഭവനത്തിന് ഹംദ് എന്ന് പേരിട്ടോ എന്ന് നബി സല്ലല്ലാഹു എന്ന് മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. ഒരു നിലക്കും ഒരു പ്രയാസവും ഉണ്ടാകാത്ത അവസ്ഥയാണ്. എത്രയോ പ്രതീക്ഷാ നിർഭരമായ സാഹചര്യമാണ്. ഇങ്ങനെ എത്രയോ ഹദീസുകളും സംഭവങ്ങളുമാണ് ഈ വിഷയകമായി നമുക്ക് കാണാൻ കഴിയുക. നമ്മളുടെ സമീപനം എന്ത് എന്നുള്ളതാണ് അള്ളാഹു നോക്കുക. ഒരിക്കലും അവന് വെറുപ്പുളവാക്കുന്ന, അവന്റെ അതൃപ്തി ഉണ്ടാക്കുന്ന വാക്കോ പ്രവൃത്തിയോ സമീപനമോ ഒന്നും ഇത്തരം രംഗങ്ങളിൽ, വിശിഷ്യ ജീവിതത്തിലെ പരീക്ഷണ വേളകളിൽ നമ്മിൽ നിന്നുണ്ടാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. അതിലും വിശിഷ്യ ഇങ്ങനെ ചെറിയ മക്കളും ഏറ്റവും അടുത്തവരും ഇഷ്ടപ്പെട്ടവരും ഒക്കെ മരണപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന സന്ദർഭങ്ങളിലും നാം സൂക്ഷിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടത്, സൂക്ഷിക്കുകയും പരിശീലിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ സന്ദേശമാണ് ഈ സംഭവങ്ങളൊക്കെ നൽകുന്നത്. ഞാനിപ്പോൾ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെടുത്തിയത് നമ്മളൊന്നും ഇതിന് അതീതരല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുമെങ്കിൽ അത് തന്നെയാണ് അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പാഠം, ഗുണപാഠം എന്ന് തിരിച്ചറിയുക. പരിശുദ്ധ ഇസ്ലാം പ്രതീക്ഷാ നിർഭരമായ സന്ദേശമാണ്. ഒരു വിഷമവും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണ്ട. ഈ ഐഹിക ജീവിതം നൈമിഷികമാണ്. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നൈമിഷികമായിരിക്കും. അതൊക്കെ ഓവർടേക്ക് ചെയ്ത് അതിജയിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെയും നമ്മുടെ സമീപനത്തിന്റെയും അവസ്ഥ അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരും. പരലോകത്ത് അതിലും വലിയ സൗഭാഗ്യം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്ന ഭാഗങ്ങളാണ്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ സർവശക്തനായ റബ്ബ് ഇങ്ങനെയുള്ള വേളകളിൽ ഈ നിലപാട് ശക്തമായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ, ക്ഷമ കൈക്കൊള്ളുവാൻ, ഇഹ്തിസാബോടുകൂടി നീങ്ങാൻ, ഇസ്തിർജാ അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്ന മനോഭാവം ഉണ്ടാകാൻ എന്നെയും നിങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ മാസത്തെ റിലീഫ് ഫണ്ടിലേക്കുള്ള കളക്ഷന്റെ ദിവസമാണ്. അതുകൂടി ഓർമ്മിപ്പിക്കുന്നു. കഴിവിന്റെ പരമാവധി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നാം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചേക്കാവുന്ന എല്ലാ മുസീബത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. നമ്മളൊക്കെ പോയി നമസ്കരിച്ചു പങ്കെടുത്തവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളും അദ്ദേഹത്തിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ സയ്യിആത്തുകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന നമ്മുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. കുറച്ച് നാളുകൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് ഒരു ചെറിയ കുട്ടി ഈ മജ്ജ മാറ്റി വെക്കുന്നതിനെ കുറിച്ച് പറയുകയും നിങ്ങളോടൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് വളരെ നല്ല നിലയിൽ അവസാനിച്ചു. ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ചെറിയ കുട്ടിയാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുവെങ്കിലും വീണ്ടും വലിയ വേദന കൊണ്ട് ആ കുട്ടി പൊളയുകയാണ് എന്ന് ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ നമ്മളെ വിളിച്ചു പറഞ്ഞു. പ്രാർത്ഥിക്കാൻ ആ കൈകൊണ്ട് തൊടാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ആ കുട്ടിയുടെ ശരീരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മോന്റെ
പ്രയാസങ്ങളെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ, വേദന അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. നല്ല കുട്ടിയായ ആരോഗ്യവാനായ മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് നാം ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്